പന്ത് വീണ്ടും സഞ്ജയുടെ കാലുകളിൽ. സഞ്ജയുടെ മികച്ചൊരു ക്രോസ് 14 നമ്പറിലേക്ക്. നമ്പർ 14 അത് മിസ്സാക്കിയിരിക്കുകയാണ്. കളിക്കാൻ ഇറങ്ങാൻ പറയുമ്പോൾ നിനക്ക് മടിയാണല്ലോ. ഇപ്പൊ കണ്ടല്ലോ. രമേശ് കളിക്കണം. ശ്രീകൃഷ്ണ കോളേജിന്റെ ഒരു ഗോൾ കിക്ക് സഞ്ജോത ട്രാപ്പ് ചെയ്തു. ശ്രീ വർമ്മ കോളേജിന്റെ ഒരു സ്ലോ ബിൽഡപ്പ്. അതാ പന്ത് വീണ്ടും ശരത്തിന്റെ കാലുകളിലേക്ക്. ഇടതുവിങ്ങിലൂടെ ശരത്തിന്റെ മികച്ചൊരു മുന്നേറ്റം സഞ്ജയിലേക്ക്. പന്ത് സഞ്ജയുടെ കാലുകളിൽ അതാ മനോഹരമായ മഴവില്ല് പോലൊരു ക്രോസ് രമേശിലേക്ക്. രമേശിന്റെ വളരെ അലസമായ ഒരു ഹെഡിങ് കളിയുടെ വളരെ നിർണായകമായ മറ്റൊരു മുന്നേറ്റവും നിഷ്ഫലമാകുന്ന നിരാശാജനകമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീ പെട്ടെന്ന് ബോളിലേക്കോ, അവിടെ മൊത്തം പ്രശ്നം. അവർ ഇന്നു മുതൽ മരങ്ങൾ മുറിക്കാൻ തുടങ്ങും. അവരുടെ പ്രവർത്തനങ്ങൾ എതിർത്താൽ എക്സാമിന് സസ്പെൻഷൻ എന്നാണ് പ്രിൻസിപ്പാളിന്റെ നോട്ടീസ്. ഇത് ടീച്ചർ ഒപ്പിട്ടതാണോ? അത് ജീവ, ഞാൻ ഈ വർഷം റിട്ടയർ ആവുകയാണ്. അവർ വിചാരിച്ചാൽ റിട്ടയർ ആകുന്നത് വരെ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ടീച്ചറാണ്. അവരോട് മടങ്ങിപ്പോകാൻ പറയണം. സോറി ജീവ, ഞാൻ നിസ്സഹായയാണ്. പക്ഷേ ഞാനല്ല. മുഖത്ത് നോക്കി വെല്ലുവിളിക്കണം. ഇത് നിങ്ങളുടെ കോളേജ്. കണ്ടും കൊണ്ടും അറിഞ്ഞും പറഞ്ഞും പരിശ്രമിച്ചും പരീക്ഷിച്ചും നിങ്ങൾക്ക് നിങ്ങളെ അറിയാനുള്ള നിങ്ങളുടെ കോളേജ്. അവരിതിന്റെ നടത്തിപ്പുകാർ മാത്രമാണ്, അല്ലാതെ അവർ ജന്മികളും നമ്മൾ അടിമകളുമല്ല. ഇന്നിവർ നമ്മുടെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കുന്നത് ഇവിടെ മോടി പിടിപ്പിക്കാനല്ല, പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മുറിച്ചു കൊണ്ടുപോകാൻ, നിങ്ങൾ സന്തോഷങ്ങൾ പങ്കിടുന്ന മരച്ചുവടുകൾ മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം വരെ പിടിച്ചെടുക്കാൻ. അവർ പിരിച്ചുവിടുവത്രേ. എത്ര പേര്? എന്റെ ഉള്ളിൽ ശ്വാസമുള്ളിടത്തോളം ആ നിൽക്കുന്നതിൽ ഒരുത്തം പോലും ഇതിനകത്ത് കാലുകുത്തില്ല. അവരറിയണം അങ്ങനെ ആർക്കും വന്ന് എന്തും കൊണ്ടുപോകാനുള്ള കാഴ്ച ബംഗ്ലാവല്ല ഇതെന്ന്. അവരറിയണം പഠിക്കാൻ മാത്രമല്ല പാഠം പഠിപ്പിക്കാനും നമുക്കറിയാമെന്ന്. അവരറിയണം ഈ കോളേജ് ആരുടേതാണെന്ന്. അവനിട്ട് 2 പിടിച്ചാൽ മതി, ബാക്കിയുള്ളവന്മാരെ ഓടിക്കോളും. ഇതൊക്കെ എന്തിട്ടാണ് നമ്മൾ ദീവാഞ്ചി പൊട്ടിക്കുന്ന 3-4 പട്ടാസ് വരെ ഒറ്റങ്ങൾ ഓടിപ്പിക്കാൻ പൊട്ടിക്കില്ല. പക്ഷേ
താഴെ എപ്പോഴും ഞങ്ങളുണ്ടാകും. ഈ കൊടികളൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ മരങ്ങളും ഇവിടെ ഉണ്ടാകും. ഈ കോളേജും ഇവിടെ തന്നെ ഉണ്ടാവും. ഇൻക്വിലാബ്! 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 ഇനി വിവാദങ്ങളൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഇത് ഒഫീഷ്യലായി തന്നിരിക്കുന്നു. ചേച്ചിക്ക് വരികള് ഇപ്പോഴും ഓർമ്മയുണ്ടോ? മറന്നുപോയ വരികൾക്കല്ലേ മാളൂ ഓർമ്മയുടെ ആവശ്യമുള്ളൂ. അവരെന്ന് കോളേജിൽ നിന്ന് പിരിച്ചു വിട്ടോ? ഇല്ല, പ്രിൻസിപ്പൽ കുട്ടികളുടെ കൂടെ കൂടി എല്ലാം ഒതുക്കി. പക്ഷേ ചില ചെറിയ ജയങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തും. അത് നമ്മൾ കാണില്ല. തിളക്കണ കഞ്ഞി കട്ട് 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 ക്യാരറ്റ് കഞ്ഞി തിളക്കണ കണ്ടില്ലേ പാത്രമടക്കടി സിന്ധു. ജയിച്ചേ പറ്റൂ, അല്ല ഇവന് നമ്മൾ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല, അതിനിപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ ഉള്ള സമയം ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്യും. ഇനി സ്റ്റേജ് പൊളിച്ചിട്ടാണേലും നമ്മൾ കപ്പും കൊണ്ടേ പോരും. ഉറപ്പായി. എടാ മൈമിന്റെ മാഷില്ലേ, ഐറ്റം കയറുന്നതിന് മുമ്പ് കാശ് വേണമെന്നാ പറയണേ. എന്റെ പൊന്നേ, നിന്റെ കൈവയ്ക്കാനല്ല കലം മറിച്ചിട്ട് ചവിട്ടി ഞാൻ. നാളത്തേക്ക് നോക്കാം. അയാളോട് പ്രാക്ടീസ് എടുത്തിക്കാൻ പറ. കാശില്ല 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 കാശില്ല. തിളച്ചു കഴിയുമ്പോ തീ കുറച്ചോ, തട്ടി മറിക്കരുത്. പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴേ വിശന്നിട്ട് കണ്ണു കാണില്ല. എടാ തിരുവാതിരയുടെ കാര്യോ? സെറ്റുമുണ്ടല്ലേ, അത് സിന്ധുമി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ. ആദിത്യൻ ഭഗവാനും പിന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ആനകേറാമലയിൽ ആനകളി കണ്ട് താമസിച്ചേ. ആനകേറാമലയിൽ ആനകളി കണ്ട് താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ. ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ആടുക പൊള്ളുന്ന നോവിനാലുള്ളം കരിയുന്നു പെരിയോനെ, നിന്നിൽ ഞാൻ ശുക്രുതുന്നു. കനവിൻ തുള്ളിക്കായി ഞാൻ എന്നും കൈനീട്ടുന്നു. ഇവിടെ ഉണ്ട്. എല്ലാം പടയത്തുള്ള ഹല്ല കൂടയോനെ എല്ലാവർക്കും. താനിപ്പോ മലയാളം മാത്രമേ ഉള്ളൂ? ഇംഗ്ലീഷ് കവിത കൂടി നോക്കായിരുന്നു. എവിടേക്കാണ് മാരകായുധങ്ങളൊക്കെ ആയിട്ട്? ഹിന്ദി നാടകം. ചെല്ല് ചെല്ല്. എടോ മലയാളം രാവിലെ കേട്ടോ. എന്നാ ഞാൻ ഹോസ്റ്റലിലേക്ക് പോട്ടെ, പ്രിയ പ്രാക്ടീസിലാ. ചെല്ല്. ശരി. അവിടെ വല്ലാത്ത ഇരുട്ട്. ഇതാ സുനിലിന്റെ കൊടുത്തേക്ക്. ശരി. പോ. ഈ ഡീസോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കോളേജിലൊരു ഉത്സവം. ഇതൊക്കെ കാണുമ്പോ വടക്കാഞ്ചേരി പോയതാ ഓർമ്മ വരുന്നത്. അവിടെ എന്താ? ഉത്രാളിക്കാവ് പൂരം കേട്ടിട്ടില്ല? എല്ലായിടത്തും ആഘോഷം. അച്ഛൻ എന്നെയും കൊണ്ട് പോകാറുണ്ടായിരുന്നു. അച്ഛൻ എന്നെ ആശ്രമത്തിലാക്കി പോയതാ. കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോ ഇടയ്ക്കിങ് വരും. അപ്പോ ആശ്രമത്തിൽ? അതെ, പക്ഷെ അവിടെയും വീട് പോലെയൊക്കെ തന്നെയാ. കുറെ ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും. അത് കൊള്ളാലോ. എന്നിട്ട് കുറെ ഉണ്ട് പറയാൻ. എല്ലാം തന്നെ പറയണോ? അത് ശരിയാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പറയാനൊന്നുമില്ലാതായാലോ.
അതുകൊണ്ട് ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ ജീവിതകാലം മുഴുവൻ പറയാലോ. എന്നാ അങ്ങനെ ആവട്ടെ. അപ്പൊ ശരി. അതെ, എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മണ്ടത്തരാവോന്നൊരു സംശയം. താനല്ലേ, ചോദിക്കേ. ശരിക്കും ഈ ഡി സോണിൽ ഫസ്റ്റ് കിട്ടിയ ക്രേസ് മാർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇത്രയും വാശി പിടിച്ച് ആ കപ്പ് എടുക്കാൻ നോക്കുന്നത്? എടോ, ഇവിടെ വരുന്ന കുട്ടികളുടെ സാഹചര്യമൊക്കെ തനിക്കറിയാലോ. പലരും വീട്ടിലെ പ്രാരാബ്ദമൊക്കെ കാരണം എല്ലായിടത്തും തോറ്റുപോയവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പരിശ്രമിച്ച ജയിക്കാൻ പറ്റുന്നവരറിയണം. അതിന്റെ സുഖം എന്താണെന്നും അവരറിയണം. എന്നാ ഞാൻ പോട്ടെ. സഖാവേ, ഓൾ ദി ബെസ്റ്റ്.